നമ്മുടെ വീട്ടിലെ മുതിർന്നവർ അല്ലെങ്കിൽ ഫാമിലിയിലെ മുതിർന്നവർ കുട്ടികളോട് ചെയ്യുന്ന ഒരു കാര്യം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തമാശ രീതിയിൽ പറയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നതാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മൾ കൗതുകകരം എന്ന് കരുതിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് പോലീസ് സ്റ്റേഷനാണെന്നും വിചാരിച്ച് ഒരു ഫയർ സ്റ്റേഷനിൽ കയറി കംപ്ലൈന്റ് പറഞ്ഞ ഒരു കുട്ടി. ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വീട്ടുകാരാവട്ടെ അല്ലെങ്കിൽ മീഡിയാസ് ആവട്ടെ, അതൊക്കെ ഒരു തമാശ രീതിയിലായിരുന്നു അവരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു കാര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ സ്വന്തം ഉമ്മയെ കംപ്ലൈന്റ് പറഞ്ഞ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്കൂളിൽ വെച്ച് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ രക്ഷിതാക്കളെയോ അതുമില്ലെങ്കിൽ ടീച്ചേഴ്സിനെയോ ഇല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ട്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, ഇതിലോ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം എന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ തെറ്റിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കറക്റ്റ്ലി പറഞ്ഞു കൊടുക്കുന്നില്ല. ഏത് സിറ്റുവേഷൻ വന്നാലാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നൊരു കാര്യം കറക്റ്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടികൾക്ക് ഒരു ഉപദ്രവം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഉപദ്രവവും അല്ലെങ്കിൽ എല്ലാം ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ്. കുട്ടികൾക്ക് പ്രശ്നം വരുമ്പോൾ അറിയിക്കാനാണ് പറയാറ്. കുട്ടികൾക്ക് എല്ലാം പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഒരു ഇൻസിഡന്റിൽ തന്നെ നടന്ന കാര്യം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഈ കുട്ടി ഇപ്പോൾ പോയിട്ടുള്ളത്. അതായത് ചെറിയ കുട്ടികൾ, ഈ 7 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ താഴെ ചെറിയ വേറെ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ വീട്ടിന്റെ വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോറ് പൂട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കുട്ടി തെറ്റിദ്ധരിച്ചു, ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് വീട്ടിന്റെ ഡോർ അടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഈ തെറ്റിദ്ധാരണ മൂലമാണ് ആ കുട്ടി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഇത് തെറ്റിദ്ധാരണ വരാനുള്ള കാരണം നമ്മളുടെ സോഷ്യൽ മീഡിയാസിലുള്ള ഒരു വീഡിയോസ് ആണ്. അതായത് കുറെ പ്രാങ്കിനും അല്ലെങ്കിൽ കോമഡിക്കൊക്കെ വേണ്ടി, കണ്ടന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. ഒരു സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രാങ്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികൾ കാണും, ഇതൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ സിറ്റുവേഷൻസ് അവർക്കും വരുമ്പോൾ അവർ വിചാരിക്കും എന്നെയും ഇതേപോലെ പുറത്താക്കിയതാണെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടന്റ്സ് ചെയ്യുന്നവർ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഇതുപോലെ പോലീസിനെയോ അങ്ങനെയൊക്കെ അറിയിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏതാണ് ആ സിറ്റുവേഷൻ എന്നുള്ള കാര്യം കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് അബദ്ധങ്ങൾ വീണ്ടും വീണ്ടും കുട്ടികൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഈ കുട്ടി ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ആ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. എന്തോ ഭാഗ്യത്തിന് ആ കുട്ടിയെ ദൈവം രക്ഷിച്ചു എന്ന് പറയണം. കാരണം ഇത്രയും ദൂരം നടന്നിട്ട് പോകുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇത് തമാശയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, ഇത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലെ മുതിർന്നവർ അല്ലെങ്കിൽ ഫാമിലിയിലെ മുതിർന്നവർ കുട്ടികളോട് ചെയ്യുന്ന ഒരു കാര്യം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തമാശ രീതിയിൽ പറയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നതാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികളുടെ ഇപ്പോഴത്തെ മെന്റാലിറ്റി അങ്ങനെയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഒരു ഫാമിലിയിൽ, ഒരു കുടുംബത്തിൽ പുതിയൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയോടാണ് എല്ലാവർക്കും താല്പര്യം. മുതിർന്ന കുട്ടിയോട്, ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന കുട്ടിയോട് താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ നിന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊരു കാര്യം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തമാശ രീതിയിലാണ് പറയുന്നത്, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ, കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. ചെറിയൊരു തോൽവിയോ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങളൊന്നും സഹിക്കാൻ പറ്റാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാം വരുന്നതുകൊണ്ട് പഠിക്കണം എന്ന് TV കാണരുത് എന്ന് പറയുമ്പോൾ കുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്തു. ഇതുപോലത്തെ ഒരുപാട് കേസസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള ശേഷി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പരമാവധി ഒഴിവാക്കുക. പരമാവധിയല്ല, ഒഴിവാക്കുക. കാരണം തമാശക്ക് പറയുന്നതാണെങ്കിലും കുട്ടികൾ അത് സീരിയസ് ആക്കി തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെയുള്ള വേറൊരു വിഷയമാണ്, കുട്ടികൾ തോൽവി, അതുപോലെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ വളരണം. ഈ കുട്ടിക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിക്കാതെ വളർത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തോൽവി എന്താണ്, ഇപ്പം സ്കൂളുകളിലൊന്നും തോൽവിയൊന്നും ഇല്ല. അപ്പം കുട്ടികൾക്ക് തോൽവി എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് ഒരു തോൽവി വരുമ്പോൾ അല്ലെങ്കിൽ
ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് അത് എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറികടക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ മൈൻഡിനെ കുറച്ചും കൂടി ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കുക. അത് ടീച്ചേഴ്സ് മാത്രമല്ല പാരൻസിന്റെയും കടമയാണ് ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ കുറച്ച് ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ സൊസൈറ്റി ഇപ്പോൾ അങ്ങനെയാണ് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ന്യൂസ് വായിച്ചാൽ കാണാം ഇങ്ങനെയുള്ള ആത്മഹത്യയും കാര്യങ്ങളൊക്കെ. സില്ലി ആയിട്ടുള്ള ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും സ്വന്തം ജീവൻ എടുക്കുന്ന പ്രവൃത്തികൾ കുട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഗൗരവമായി എടുക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.